കാൽനൂറ്റാണ്ട് പപ്പേട്ടനായിട്ട് ബന്ധമുണ്ട്. പിണങ്ങിയത് ഞാനല്ല, പപ്പേട്ടനാണ്. അല്ലാണ്ട് പപ്പാടിനോട് പിണങ്ങാനുള്ള ഔന്നത്യം എനിക്കില്ല, വലിപ്പം എനിക്കില്ല. പക്ഷെ പപ്പേട്ടൻ എന്നോട് പിണങ്ങി. പക്ഷെ പപ്പേട്ടനുമായി പിണങ്ങിയപ്പോഴും ഇണങ്ങാൻ ശ്രമിച്ചു. പക്ഷെ പപ്പേട്ടൻ ഇണങ്ങിയില്ല. പപ്പേട്ടൻ തന്നെ അവസാനം ഇണങ്ങിയതാണ്. അത് പല പല കാരണങ്ങളുണ്ട്. എന്റെ കുഴപ്പമില്ല. പപ്പേട്ടൻ ചെറുതാണ്, ഇഷ്ടമില്ലാത്ത കാര്യം തുറന്നു പറയല്ലോ. അതാണ് പപ്പേട്ടന്റെ പ്രത്യേകത. ഏതൊരാളോടും തനിക്കിഷ്ടമില്ലാത്ത കാര്യമുണ്ടെങ്കിൽ ആ വേദിയിൽ വെച്ച് തുറന്നടിച്ച് പറയുന്ന ഒരു ശീലമാണ് പപ്പേട്ടൻ. അതുകൊണ്ടാണ് പപ്പേട്ടനോട് ആരാധന എന്നെ കൊടുത്തത്. ചിലത് പോളിഷ്ഡായി സംസാരിക്കും. അതല്ല, പപ്പേട്ടൻ പോളിഷ്ഡായി സംസാരിക്കുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. പപ്പേട്ടനെ കാണാൻ നിരവധി തവണ ഞാൻ ഒറ്റയ്ക്കും പല ഘട്ടങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് കോടിയുടെ കൂടെ. അപ്പോ ഒരു തവണ കോടിയിൽ ചോദിച്ചാൽ നീ എന്താ ഉള്ളിൽ കയറാത്തതാണ്, അങ്ങനെയുള്ള ഒന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പറയുന്നില്ല. ഏതായാലും പപ്പേട്ടനുമായുള്ള ദീർഘകാലത്തെ ബന്ധം, അത് മാത്രമല്ല 96-ാമത്തെ വയസ്സിലും കഥകൾ എഴുതാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ കഥകളിൽ സാധാരണ മനുഷ്യന്റെ വികാരങ്ങളും വിചാരങ്ങളും ഇതിനകത്ത് കാണാൻ സാധിക്കും. അദ്ദേഹം 96-ാമത്തെ വയസ്സിലും ഹൈടെക് കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു കഥയിലാണ് ഹാർലി ഡേവിഡ്സനെ കുറിച്ച് പറയുന്നത്. പപ്പേട്ടൻ ഞാൻ വെച്ച് പപ്പേട്ടൻ ഹാർലി ഡേവിഡ്സനൊക്കെ അറിയാം. അത് ഈ പുസ്തകത്തിനകത്തെ കഥകൾക്കകത്തും പല നാമങ്ങളും കൃത്യമായി ഓർത്ത് പറയാൻ പപ്പേട്ടന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ 11 കഥകളും വ്യത്യസ്തങ്ങളായ കഥകളാണ്. പപ്പേട്ടന് അതിൽ ചില കഥകൾക്കകത്ത് നായ്ക്കുട്ടികൾ കഥാപാത്രമായി വരുന്നുണ്ട്. അതുപോലെ തന്നെ പലരും പപ്പേട്ടനുമായി അടുപ്പുള്ള ആളുകൾ പല കഥകൾക്കകത്തും കഥാപാത്രമായി വന്നിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള പലരും. പക്ഷെ എനിക്കൊരു പരാതി, ഇത്രയും കാലം പരിചയമുള്ള എന്നെ പറ്റി ഒരു കഥാപാത്രമായി പപ്പേട്ടനെ എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ അടുത്ത കഥയിലെങ്കിലും പറ്റുമെങ്കിൽ, സ്വരാജിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല, പപ്പേട്ടന്റെ കഥയുണ്ട്. സമീപകാലത്ത് നടന്ന കണ്ണൂരിലെ പയ്യാമ്പലത്തുണ്ടായ സംഭവം ഉൾപ്പെടെ ആസ്പദമാക്കിക്കൊണ്ടുള്ള കഥകളും പപ്പേട്ടൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഓരോ കഥകളും വ്യത്യസ്തമാണ്. ഓരോ കഥകളും ഇരുന്ന ഇരിപ്പിൽ തന്നെ വായിച്ചു തീർക്കാൻ സാധിക്കുന്നതാണ് പപ്പേട്ടന്റെ കഥകളുടെ പ്രത്യേകത. പപ്പേട്ടൻ അത്തരത്തിൽ കഥകൾ മാത്രം എഴുതിയ ഒരു മഹാകഥാകാരനാണ്. അത് മാത്രമല്ല, ഏത് വിഷയത്തിനോടും അപ്പൊ പ്രതികരിക്കുന്ന ശീലവും പപ്പേട്ടനുണ്ട്. പപ്പേട്ടൻ വളരെ അപ്ഡേറ്റഡ് ആയ ഒരു കഥാകാരൻ കൂടിയാണ്. ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ വളരെ അപ്ഡേറ്റഡ് ആയി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് പപ്പേട്ടന്റെ പ്രത്യേകത. അതേസമയം എന്നെ പോലുള്ള ആളുകളോട് ഏത് കാര്യങ്ങളും വിമർശനങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയും ഒരു കാലത്തും പപ്പേട്ടൻ കാണിച്ചിട്ടില്ല. പപ്പേട്ടൻ KLIBF-ന്റെ 3rd എഡിഷനിൽ അദ്ദേഹം വന്നിരുന്നു. KLIBF-ന്റെ 3rd എഡിഷനിൽ ഏറ്റവും ലൈവായ ഒരു ഡിസ്കഷൻ പപ്പേട്ടൻ ഡിസ്കഷനായിരുന്നു. പപ്പേട്ടന്റെ ഡിസ്കഷൻ കൂട്ടച്ചിരികളും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു പപ്പേട്ടൻ ആ കാര്യങ്ങൾ പരാമർശിച്ചത്.